എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ. നമ്മൾ ഇന്ന് ഈ ഒരു സംഭവം കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒത്തിരി പേരുടെ പ്രശ്നം എന്താണ്, ഈ നമ്മൾ പച്ചക്കറികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് ചീഞ്ഞു പോകുന്നുണ്ടെന്നല്ലേ, ദ്രുതവാട്ടം. നമുക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ പച്ചക്കറികളുടെ ദ്രുതവാട്ടം തടയാനായിട്ടുള്ളതാണിത്. കണ്ടു, വാമ്. പക്ഷേ വാമ് എന്ന് പറയുന്നത് മൈക്കോറേസിയാണ്. മൈക്കോറേസി എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ടാഗ് ബയോണിക്, ഇതേപോലെ ടാഗ് ബയോണിക് എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ് വാമ്, അതായത് വാമ് അഥവാ മൈക്കോറേസിയ കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ പാക്കറ്റ് കിട്ടുന്ന സമയത്ത് ഇത് എന്താണ് എന്നുള്ളത് അറിയാതിരിക്കരുത്. ഇതാണ് വാം എന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലെ നല്ല മിന്നുന്ന രീതിയിൽ ഇരിക്കുന്ന ഒന്നാണ് വാം. അപ്പോൾ ഇത് നമുക്ക് വിത്ത് പാകാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ തൈകൾ പറിച്ച് നട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മുണസൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്നുള്ള രീതിയിലും നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. കൃഷിയിടങ്ങളിൽ വാമയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയണമല്ലോ അല്ലേ. ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് നമുക്കറിയാം, ചെടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വേര്. ആ വേരുകൾക്ക് നല്ല കരുത്ത് നൽകുക മാത്രമല്ല, വളങ്ങൾ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സൂക്ഷ്മ മൂലങ്ങളായിക്കോട്ടെ, പൊട്ടാഷ് ആയിക്കോട്ടെ, അതിനെ വിഘടിപ്പിച്ച് ചെടിക്ക് ആവശ്യമായ രീതിയിൽ വലിച്ചെടുക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ കുറവ് മൂലമാണ് പലപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റാത്തത്. മനസ്സിലായോ? അപ്പോൾ വാമ് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവുന്ന വാട്ടരോഗം അതില്ലാതാക്കാൻ, അതായത് മണ്ണിലൂടെയുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് നമ്മുടെ വാമിന് സാധിക്കും. അതുപോലെ ചെടികൾക്ക് നല്ല കരുത്തുണ്ടാവാനും നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവാനായിട്ടും സാധിക്കും. ഇപ്പം നമ്മൾ വാമിട്ടിട്ടാണ് തൈകളൊക്കെ നടുന്നത്. നമ്മുടെ തൈകളുടെ കണ്ടു, നല്ല സ്ട്രോങ് തൈകളാണ് നമ്മുടെ തൈകൾ. എന്ത് ചെയ്താലും കണ്ടു, ഇങ്ങനെയൊക്കെ ആക്കിയാലും എന്താക്കി കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും നമ്മുടെ തൈകൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം നമ്മൾ വാമിടുന്നുണ്ട്, സ്യൂഡോമോണസ് ഇടുന്നുണ്ട്, ക്യുമിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൈകൾ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ വാമിട്ടിട്ട് എങ്ങനെയാണ് വിത്ത് പാക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് തൈകൾ പറിച്ചു നടുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ചീരയാണെങ്കിൽ ഇത് നമ്മുടെ പാൽച്ചീരയാണ്. ഇപ്പം ചീരത്തൈകളാണെന്നുണ്ടെങ്കിലും ഇതേ കണ്ടുവോ, ഇതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടോ, ഒന്നും സംഭവിക്കില്ല കണ്ടോ. അപ്പോൾ വാമിൻ്റെ ഗുണം മനസ്സിലായല്ലോ അല്ലേ. നമ്മൾ വിത്ത് പാകാനായിട്ട് ചകിരി കമ്പോസ്റ്റാണ് എടുക്കുക. നമ്മൾ എടുക്കുന്നത് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചകിരി കമ്പോസ്റ്റാണ്. ഇപ്പം ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചകിരി കമ്പോസ്റ്റ് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നമ്മൾ അതാണ് സാധാരണ എടുക്കുക. കാരണം ട്രൈക്കോഡർമ നമുക്കറിയാം മണ്ണിലൂടെയുള്ള ഒരുപാട് പ്രശ്നത്തിന് പരിഹാരമാണ്. ഇനി ഇതിലോട്ട് നമുക്ക് സ്യൂഡോമോണസ് ചേർക്കണം. ചകിരി ചോറല്ല കേട്ടോ, ചകിരി കമ്പോസ്റ്റ് ആണ് എടുക്കേണ്ടത്. ആ ചകിരി കമ്പോസ്റ്റിലോട്ട് നമ്മൾ സ്യൂഡോമോണസ് ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം സ്യൂഡോമോണസ് എന്ന് പറയുന്നത് മിത്ര ബാക്ടീരിയ ആണ്. അപ്പം അത് നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിത് സ്യൂഡോമോണസ് മിക്സ് ചെയ്തു. ഇനി ഇതിൽ എയർ സർക്കുലേഷൻ വരണം അല്ലേ. അതിനായിട്ട് നമ്മളിതിൽ പെർലറ്റ് ചേർക്കുകയാണ്. പെർലറ്റ് ചേർക്കുന്നത് മൂലം എയർ സർക്കുലേഷൻ വരും, മണ്ണിൽ ധാരാളം വായു സഞ്ചാരം കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. അപ്പൊ ഇതാണ് നമ്മൾ വിത്ത് പാകാനായിട്ട് തയ്യാറാക്കുന്ന പോട്ടിങ് കേട്ടോ. അതായത് ചകിരി കമ്പോസ്റ്റ്, പിന്നെ സ്യൂഡോമോണസ്, പെർലറ്റ്. അപ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചകിരി കമ്പോസ്റ്റിലോട്ടാണ് നമ്മൾ ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ട്രേ എടുത്തിട്ട് നിറയ്ക്കുകയാണ് ചെയ്യണത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളിതേ ട്രേ എടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സാധാ വിത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്യൂഡോമോണസിൽ ഇടുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയ വിത്താണ്, അതുകൊണ്ട് സ്യൂഡോമോണസിൽ ഇടുന്നുണ്ട്. ഇപ്പം ഹൈബ്രിഡ് വിത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്യൂഡോമോണസിൽ ഇടും, അല്ലെങ്കിൽ കുതിർത്ത് ഒന്നും വേണ്ട. പക്ഷെ ഇത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുക്കുംബറിൻ്റെ വിത്താണ്. അതുകൊണ്ട് ഞാനിത് പൊട്ടിച്ച് ഇതേ ഒരു പാത്രത്തിലോട്ടിട്ടു. ഇതേ നമ്മൾ വിത്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സ്വല്പം സ്യൂഡോമോണസ് ഇടാം കേട്ടോ, കുറച്ച് മതി. സ്യൂഡോമോണസ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം, വളരെ കുറവ് അളവ് മതി, കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതൊന്ന് മുക്കി വെക്കണം. ഇതിൽ നമ്മൾ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്യൂഡോമോണസ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് ഇതിലൊന്ന് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം ഇതിൽ വെക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ട്രേ ഒക്കെ കറക്റ്റ് ആക്കാം. അത്യാവശ്യം നമ്മുടെ അടുത്ത് എല്ലാ തൈകളും ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ട്രേ ആണ് എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്രയാണ് തൈകൾ ആവശ്യം അതിനനുസരിച്ച് ട്രേ എടുക്കാം കേട്ടോ. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ടിങ് ഇതിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അതേ നമ്മൾ ഇതിലോട്ട് നമ്മുടെ പോട്ടിങ് ഇട്ടു അല്ലേ. അതിനുശേഷം നമ്മൾ വേറൊരു ട്രേ എടുക്കുക, എന്നിട്ട് ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തുക. ഇതിന്റെ മേലെ നമ്മൾ വേറൊരു ട്രേ വെച്ചു, ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി കേട്ടോ. ഒരുപാട് ശക്തിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. അത് കഴിഞ്ഞ് ഇതെടുത്ത് മാറ്റി, കണ്ടു ഇതിൽ കുഴികൾ വന്നിട്ടുണ്ട്, കാണാനുണ്ടല്ലോ അല്ലേ. അത് വെച്ച് അമർത്തിയപ്പോൾ അതിൽ കുഴികൾ വന്നിട്ടുണ്ട്. ഇനി ഈ കുഴികളിൽ നമ്മൾ വാമിടണം. അതിൻ്റെ മേലെ വിത്ത് വയ്ക്കുക, എന്നിട്ട് ഈ പോട്ടിങ് മേലെ ജസ്റ്റ് ഒന്ന് ആക്കുക, എന്നിട്ട് ഹ്യൂമിക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും വേണ്ടു. അപ്പം നമുക്ക് വാമിടാം അല്ലേ. ആ കുഴികളിലേക്കാണ് നമുക്ക് വാമിടേണ്ടത്. വളരെ കുറവ് മതി കേട്ടോ. ഇങ്ങനെ വാമിട്ട് കിളിപ്പിച്ചാണ് നമ്മൾ നല്ല സ്ട്രോങ് തൈകളാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ പച്ചക്കറി തൈകൾക്ക് ഒരെണ്ണത്തിന് 2 രൂപ 50 പൈസയെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് വാങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് തരും. വണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാം. നമ്മുടെ PRS നഴ്സറി എന്ന് പറയുന്നത് നമ്മുടെ അമല ഹോസ്പിറ്റൽ ഉണ്ടല്ലോ തൃശ്ശൂര്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരടിയം പേരാമംഗലം റോഡുണ്ട്. അതിലൂടെ 1.5-2 കിലോമീറ്ററിനുള്ളിൽ വലത് സൈഡിൽ നമ്മുടെ PRS നഴ്സറി. അപ്പോൾ ദേ എല്ലാവിടെയും നമ്മൾ വാമിട്ടു, കാണുന്നുണ്ടോ? കണ്ടു ആ കുഴിയിലൊക്കെ വാമിട്ടു. ദേ ഇപ്പം നമ്മുടെ വിത്ത് സ്യൂഡോമോണസ് ലായനിയിലൊക്കെ ഇട്ട് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മളത് ഓരോന്നെടുത്തിട്ട് ഇതിലോട്ട് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, സാധാ വിത്താണെങ്കിൽ മാത്രമാണ് നമുക്ക് സ്യൂഡോമോണസിൽ ഇടേണ്ട ആവശ്യമുള്ളൂ. അതല്ല ഹൈബ്രിഡ് വിത്താണെന്നുണ്ടെങ്കിൽ അതിടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ എല്ലാ ഇതും, അതായത് ഇപ്പം നമ്മൾ വാമിൻ്റെ മേലോട്ടാണ് വിത്തുകൾ നമ്മൾ വെക്കേണ്ടത്. ഇതേ നമ്മൾ വിത്തൊക്കെ ഇട്ട് കണ്ടല്ലോ അല്ലേ. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ പോട്ടിങ് ഇതിൻ്റെ മേലെ ഇടുക. വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത്രയേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുഴികളിൽ നമ്മുടെ വിരൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കും. കാരണം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യണ സമയത്ത് അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഒരുപാട് നിറയെ ട്രേ ഉള്ള സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല.
കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റും. ഒത്തിരി ട്രേകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. ഇതേ വാം വെച്ചിട്ട് എങ്ങനെയാണ് വിത്ത് പാകാന്ന് കണ്ടില്ല. ഇനി നമ്മളിതിൽ ഹ്യൂമിക്കോ ഒഴിച്ചു കൊടുക്കണം, നിർബന്ധമാണ് കേട്ടോ. അപ്പം നമ്മളൊക്കെ ഹ്യൂമിക്കോ ജസ്റ്റ് ഒന്ന് ഇതിൽ ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കുത്തനെ ഒരിക്കലും ഒഴിക്കരുത്. ഹ്യൂമാസിഡ് അഥവാ ഹ്യൂമിക് എന്തിനു ഉപയോഗിക്കണേന്ന് നമുക്കറിയാം. ധാരാളം വേരുപടലങ്ങൾ ഉണ്ടാവാൻ, കാർബൺ നിലനിർത്താൻ, നല്ല കരുത്തായിട്ട് വളരാൻ, മണ്ണിന്റെ pH കറക്റ്റ് ആക്കാനാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ വിത്ത് പാകുമ്പോൾ നമ്മളിത് ചെയ്താലാണ് ധാരാളം വേരുപടലങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് മാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഒരുപാട് കുത്തി ഒഴിക്കരുത് കേട്ടോ. ഇങ്ങനെ തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് പാടുള്ളൂ. ഒരിക്കലും കുത്തി ഒഴിക്കരുത്. ഹ്യൂമിക് ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് പച്ച ഗ്രോ ബാഗാണ് ഏറ്റവും നല്ലത്. 5 വർഷം ഗ്യാരണ്ടി ഉണ്ട് ഇതിന്. അതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം കരിയില നിറയ്ക്കാം. കരിയില വേണം, എങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ ഇത് കിട്ടുള്ളൂ. അപ്പം നമ്മൾ കരിയില നിറച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണാണ് എടുത്തിരിക്കുന്നത്. ആ മണ്ണിലോട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്, റോക്ക് ഫോസ്ഫേറ്റ്, ചാണകപ്പൊടി, ചകിരി കമ്പോസ്റ്റ് ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട്, അതായത് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചകിരി കമ്പോസ്റ്റാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. മണ്ണും എല്ലാം കൂടെ നമ്മൾ കറക്റ്റായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ വളങ്ങളാക്കിയിട്ട് തരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ PRSന്റെ സ്പെഷ്യൽ വളമായിട്ട് തരുന്നുണ്ട്. ഇനിയിപ്പോൾ കുറേ പേര് പറഞ്ഞു അവർക്ക് മണ്ണില്ല കൃഷി ചെയ്യാനായിട്ട്, എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് മാത്രം ആഡ് ചെയ്ത് ചകിരി കമ്പോസ്റ്റിൽ ട്രൈക്കോഡർമയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെയും സമ്പുഷ്ടീകരിച്ചിട്ട് ഒരു പാക്കേജായിട്ട് നമ്മൾ അയച്ചു തരാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ മണ്ണില്ലാത്തവർക്കും കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ അധികം മണ്ണെടുത്തിട്ടില്ല. ഇതിൽ നമ്മൾ കുറച്ച് മണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി അതുകൊണ്ടാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് പിടിക്കാൻ പറ്റുന്നത്. ഇതിലധികം മണ്ണില്ല, എന്നാൽ കുറച്ച് മണ്ണ് വേണം നമുക്ക്. കാരണം മണ്ണിൽ ജീവാണുക്കൾ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത ഒരു പിടി മണ്ണാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ ട്രൈക്കോഡർമ, അതുപോലെ വേപ്പിൻ പിണ്ണാക്കും ചാണകവും സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചകിരി കമ്പോസ്റ്റ്, പിന്നെ നമ്മൾ അതിലോട്ട് ചേർത്തിരിക്കുന്ന റോക്ക് ഫോസ്ഫേറ്റ് ആണ് കേട്ടോ. അപ്പം അതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് കരിയില നിറച്ച ഗ്രോ ബാഗിലോട്ട് നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് മണ്ണ് മാത്രം മതി. കാരണം നമ്മളുടെ അടുത്ത് WDC ഉണ്ട്. WDC നമ്മൾ ഇവിടെ വരുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ WDC ആക്കി വെച്ചിട്ടുണ്ട്. വരുന്നവർക്കൊക്കെ നമ്മൾ ഫ്രീ ആയി തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ കുറച്ച് WDC ഒഴിച്ച് കഴിഞ്ഞാൽ ധാരാളം ജീവാണുക്കളുണ്ട്. അപ്പോൾ സ്വല്പം മണ്ണ് മാത്രം മതി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നമുക്കിത് ഗ്രോ ബാഗ് എങ്ങനെയാണ് നിറച്ച് നമ്മൾ വാമിട്ടിട്ട് എങ്ങനെ തൈകൾ നടുക എന്നുള്ളത് നോക്കാം. അപ്പം ഇതേ നമ്മൾ ഇതിലോട്ട് മണ്ണ് നമ്മളിത് ഇടുകയാണ്. അപ്പം ഇതിൽ നമ്മൾ വളങ്ങളൊക്കെ ഇട്ടു അല്ലേ. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മളൊരു ചെറിയൊരു കുഴി എടുക്കണം. ഇതിൻ്റെ നടുവിൽ ചെറിയൊരു കുഴി എടുത്തു. ആ കുഴിയിലോട്ട് നമുക്ക് ഒരു 10 ഗ്രാം ഒരു സ്പൂണ് വാമിടാം. ഇല്ലേ, നമ്മൾ ഒരു സ്പൂണ് വാമിട്ടു. അതിനുശേഷം നമുക്ക് തൈകൾ പറിച്ച് നടാം. ഞാനിപ്പോൾ കുറ്റിയമരയാണ് ഇതിലോട്ട് നടുന്നത്. അപ്പോൾ നമുക്ക് 2 എണ്ണം വെച്ചിട്ട് നടാനായിട്ട് പറ്റും. ഒരെണ്ണത്തിൽ നല്ല സ്ട്രോങ് തൈകളാണ്. അപ്പം 2 എണ്ണം കൂടെ ഒരുമിച്ച് നമ്മൾ ഇതിൽ വെച്ചു. എന്നിട്ട് അതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് എടുത്ത് അതിലാക്കി ഒന്ന് അമർത്തി.
കണ്ടു. അപ്പം നമ്മൾ ഇതിൽ 2 തൈകൾ വെച്ചു. ഇനി ഇത് കണ്ടു, ഇതിങ്ങനെ മണ്ണധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. ഇത്രയും ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണമില്ല. ഇനി നമ്മളിതിൽ കുറച്ച് ഹ്യൂമിക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക. പിന്നെ പ്രത്യേകിച്ച് വളപ്രയോഗ കാര്യങ്ങളൊന്നും വേണ്ട. അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കോളും കേട്ടോ.